എല്ലാവർക്കും നമസ്കാരം. ബാസുരേ, തമ്പിളിൻ തുടങ്ങിയിട്ടാ. കുടുംബത്തിലെ കാരണവരെന്ന നിലയില് എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു കൂടിക്കാഴ്ച. ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീർത്ത് അന്ന് നകുലനും ഗംഗയും കൂടി കൽക്കത്തയ്ക്ക് പോയി. പിന്നാലെ പ്രളയം വന്നു, തുടർന്ന് കൊറോണയും വന്നു. ഇതിനിടയില് ഒരു പ്രധാനപ്പെട്ട കാര്യം മറന്നു. നമ്മുടെ അല്ലിയുടെയും മഹാദേവന്റെയും വിവാഹം. അതിനിയും നീട്ടിക്കൂടാ. അവൾക്ക് എന്റെ മോള് ശ്രീദേവിയുടെ ഗതി വരരുത്. ബാക്കി ഉണ്ണിത്താൻ കീച്ചിക്കോ. കുടുംബത്തിലെ കാരണവരെന്ന നിലയ്ക്ക് ഇങ്ങനെ ഒരു നല്ല കാര്യത്തിന് വേണ്ടി മുൻകൈ എടുത്ത തമ്പിയളിയന് അതെ, അമ്മാതിരി വർത്താനൊന്നും വേണ്ട. വേണ്ടേ? വേണ്ടെങ്കി വേണ്ട. ഇതിലും ഭേദം ആ പഴയ കാരണവരായിരുന്നു ട്ടാ. ഓ, ഇയാളെന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. ഹ, താൻ എന്തെങ്കിലും ഒന്ന് പറയടോ. അതിനെന്നെയാ പോണേ. അതെ, ഈ വർഷം മാർച്ച് 22-ാം തീയതി ഞായറാഴ്ച നല്ലൊരു മുഹൂർത്തമുണ്ട്. മാർച്ച് 22 എന്ന് പറയുമ്പോ മീനവെട്ട് ശുഭദിനമല്ല. അന്ന് കൊടുങ്ങല്ലൂർ ഭരണിയും കൂടിയാ. ഇയാൾ എന്നെ കൊണ്ട് ഭരണിയും പാട്ട് പാടിച്ചടങ്ങുന്നുണ്ടോ? ഓ, അതെ അളിയോ, തൽക്കാലം അന്ന് ഒരു ദിവസം ഒത്തും നമുക്ക് കിട്ടിയത്. അല്ലിയുടെ പരീക്ഷയും കഴിയും. അന്ന് മഹാദേവന് സൗകര്യമുണ്ട്. കല്യാണം നടക്കാൻ പോവല്ലേ, ലേശം വിസ്തരിച്ച് പണിയാൻ രാഘവന് സമയവും കിട്ടും. അല്ലേ രാഘവ? രാഘവോ? ആ, തിരുമേനി ഒന്നും പറഞ്ഞില്ലല്ലോ. അല്ല, ഭാസുരയ്ക്കും ഒന്നും പറയാനില്ലേ? അവൾക്ക് 2 എണ്ണം കൂടി കെട്ടാനുണ്ട്. അതുവരെ മിണ്ടാൻ പറ്റില്ല. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. പിള്ളേരുടെ സൗകര്യം നോക്കിയാ മതി. പഴയ ആൾക്കാർക്കൊക്കെ ഇപ്പോ പുല്ലുവിലയാണല്ലോ. എന്നെ പറ്റിയാണോ ചർച്ച? ഏയ്, ഞാനെങ്ങനെ പൊതുവേ പറഞ്ഞതാ. അല്ല, നഗലംകുട്ടിക്ക് മാർച്ച് 22-ന് ഇത്രയിടം വരെ വരാൻ ബുദ്ധിമുട്ടുണ്ടാവോ? ഇവിടെ നല്ല തിരക്കാ ചിറ്റപ്പാ. ദേ, ഞാൻ ഇപ്പോഴും ഓഫീസിലാ. അതാ ക്യാമറ പോലും ഓണാക്കാത്തത്. പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. അപ്പോഴേക്കും കൊച്ചി മെട്രോ കൽക്കട്ടയ്ക്ക് നീട്ടാൻ പറ്റുമെന്ന് നോക്കിയാലോ? നമ്മുടെ കേന്ദ്രമന്ത്രി വിചാരിച്ചാ നടക്കും. ഗംഗ, ശവത്തി കുത്തരുത്. അതെ, ഞാൻ പൊക്കോട്ടെ നകുലേട്ടാ. നമുക്ക് ആലോചിക്കാം. അല്ലിക്ക് കല്യാണാഭരണമൊക്കെ എടുത്തോ? ഇല്ല, ചേച്ചി വന്നിട്ട് എടുക്കാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇനിയൊരു റിസ്ക് എടുക്കണ്ട, ആഭരണം എടുത്തോട്ടെ. ഗംഗ, നീ നേരത്തെ പൊക്കോളൂ. ഞാൻ സൗകര്യം പോലെ അങ്ങ് എത്തിയേക്കാം. താങ്ക് യു നകുലേട്ടാ. ആ പിന്നെ, നമുക്കൊരു തീം വേണ്ടേ? തീം വേണം എന്നൊക്കെ പറയും, നിയമം ഉണ്ടാക്കും. പക്ഷേ സമ്മാനം കൊടുക്കുമ്പോ അതൊന്നും നോക്കാറില്ല. സമ്മാനോ? ഞാൻ കല്യാണത്തിന്റെ കാര്യാ പറഞ്ഞത്. ഓ, ക്ഷമിക്കണം. പെട്ടെന്ന് ഞാൻ പഴയൊരു തീമിന്റെ കാര്യം ഓർത്തുപോയി. നമുക്ക് ബംഗാളി പിടിച്ചാലോ? വന്ന് കേരളത്തിലെ കല്യാണത്തിനും ബംഗാളി വേണമെന്നായോ? അതൊക്കെ ഗംഗക്കുഞ്ഞിന്റെ ഇഷ്ടം പോലെ. എല്ലാം അങ്ങോട്ട് ഏൽപ്പിച്ചിരിക്കണു. ശ്രീദേവി ചേച്ചി ഉണ്ടാവില്ലേ? അവളെവിടെ പോവാൻ, ഇവിടെ തന്നെ ഉണ്ടാവും. അമ്മച്ചിയെ ഇങ്ങോട്ട് വിടാന്ന് പറഞ്ഞു പോയ ആ ഡോക്ടർ വിവരം വല്ലതും ഉണ്ടോ? അവൻ അന്ന് അമേരിക്കയ്ക്ക് പോയതാ. ഇപ്പൊ മറ്റേ സ്വർണപ്പാളി പോലെയായി. എവിടെയാണെന്ന് ഒരു പിടിയില്ല. ദാസപ്പൻകുട്ടിയും ചന്തുവും ഒന്നും പറഞ്ഞില്ലല്ലോ. KSRTCയിലെ വൈഫൈക്ക് ശക്തി കുറവായിരിക്കും. എന്നെ KSRTC വരും പറഞ്ഞോണ്ടല്ലോ. എല്ലാവരും കാലേ കൂട്ടി വരിക, പരിപാടി ഗംഭീരാക്കി തരിക, അത്ര എനിക്ക് പറയാനുള്ളൂ. എങ്കിൽ പിന്നെ തൽക്കാലം നമുക്ക് പിരിയാം. ശുഭരാത്രി. লোকের বিটিলো লম্বা লম্বা চুল, এমন মাথা বেঁধে দুবো লাল গেঁদা ফুল। বড় লোকের বিটিলো লম্বা লম্বা চুল, এমন মাথা বেঁধে দুবো লাল গেঁদা ফুল, এমন মাথা বেঁধে দুবো লাল গেঁদা ফুল। বড় লোকের বিটিলো লম্বা লম্বা চুল, এমন মাথায় বেঁধে দেব লাল গেঁদা ফুল। বড় লোকের বিটিলো লম্বা লম্বা চুল, এমন মাথায় বেঁধে
लौंडों के दिल पटक पटक सांसें जाए अटक अटक आता माझी सटक सटक बम तेरा गुते खाए कमर पे तेरी बटरफ्लाई बॉडी तेरी मक्खन जैसे खाने में बस तू बटर खाए कम ऑन बेबी किक इट काटू तेरी टिकट टिकट खेलता नहीं क्रिकेट विकेट पर ले लूं तेरी विकेट विकेट বড় লোকের বেটি লো লম্বা লম্বা চুল এমন মাথায় বেঁধে দেব Wind the body বড় লোকের বেটি লো লম্বা লম্বা চুল এমন মাথায় বেঁধে দেব লাল গেন্দা ফুল ഓ അത് ശരി, ഇയാളായിരുന്നോ? താടിയൊക്കെ വെച്ചതുകൊണ്ട് പെട്ടെന്ന് ആളെ മനസ്സിലായില്ല. അല്ല, ഈ കല്യാണക്കാര്യം എങ്ങനെ അറിഞ്ഞു? ഇയാളുടെ അമ്മച്ചി വന്നിട്ടുണ്ടോ? വരണം എന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ വരാൻ പറ്റിയില്ല. ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യാൻ താരിഫില്ലെങ്കിലും തിരിച്ച് കയറ്റി വിടുമ്പോ 18%. ട്രംബോ മഹാദേവ. മെസ്സിയും എയിംസും ഇയാളുടെ അമ്മച്ചിയും ഒക്കെ ഒരേപോലെയാ. കേരളത്തിലേക്ക് വരും എന്ന് പറഞ്ഞ് കൊതിപ്പിക്കും, പക്ഷെ അവസാനം അയ്യോ, എവിടെ നമ്മുടെ കല്യാണ പെണ്ണ് അല്ലേ? जागो तर पीछू पीछू दाना मेले रे ওই দেশে বাটো আর হয়ে কে পাতো শত সাগা তেরো নিচে মেলে রে আকাশে বাতাসে চারশোটি উড়ে জলদানা মেলে ময়না রে জাগো তোর পিছু পিছু দানা মেলে রে അല്ല, വേഷം മാത്രം പോരല്ലോ, കാശ് കൂടെ വേണ്ടേ? ഫലാനി പക്വാനി ബന്ധതി വിമലേ ജലേ കവി കമ്പിത ശാഖാഭ്യ ഗുളു ഗുളു ഗുളു. ഒരു മലയാളം പാട്ട് പാടാൻ ഇവിടെ ആരുമില്ലേ? നീ പുല്ലാങ്കുഴലിൽ പെണ്ണെ നീ മൂടിയുണർത്തും പാട്ടിൻ്റെ പല്ലവി എൻ്റെ കാതിലോതുമോ? ആരും കാണാതെന്നുള്ളിൽ ഓരോ മോഹം പൂക്കുമ്പോൾ ഈണത്തിൽ പാടി പൂങ്കുയിൽ മഴയോരം മഞ്ഞല്ലേ മുളയോരക്കൂടല്ലേ അഴകോരും മിഴിയോരം കുഴലൂരും കനവല്ലേ മണവാളൻ വന്നു വിളിച്ചാൽ നാണം കൊള്ളും മനസ്സല്ലേ എക്സ്ട്രാ പൈസ വേണം ചേട്ടാ. അല്ല, ക്യാ ചേട്ടാ, ബംഗാളി പാടാൻ പൈസ തന്നു, ചേട്ടനല്ലേ ചേട്ടാ മലയാളി പാടാൻ പറഞ്ഞു. അപ്പൊ എക്സ്ട്രാ പൈസ വേണം ചേട്ടാ. അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. വിരോധമില്ലേച്ചാ, നോമും കൂടെ കൂടാം. ഹ, അല്ല, ഇതാരാ തിരുമേനിയോ? സന്തോഷം. അന്നത്തെ ഗൂഗിൾ മീറ്റിന്
മിണ്ടാതെ ഉരിയാടാതിരുന്നപ്പോ ഞാൻ കരുതി തിരുമേനിക്ക് എന്തോ അനിഷ്ടമുണ്ടെന്ന്. ഒന്നും പറയണ്ട. അന്ന് പൂജയ്ക്കിടയിൽ മീറ്റിംഗിന്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോ അതെടുത്ത് നോക്കിയതാ. ഫോണെടുത്ത് ഹോമകുണ്ടത്തിലേക്ക് ഇട്ടു. ഫോണും പോയി, കൈയും പൊള്ളി. IMA മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഇൻഷുറൻസ് കവറേജ് കിട്ടിയേനെ. തിരുമേനി ഇൻഫ്ലുവൻസർ ആണോ? അതെന്താ തമ്പി അങ്ങനൊരു ചോദ്യം? അല്ല, അസ്ഥാനത്ത് കയറി IMAയുടെ ഒരു പ്രമോഷൻ കണ്ടതുകൊണ്ട് ചോദിച്ചതാ. തിരുമേനിക്ക് IMA മെമ്പർഷിപ്പോ? അതെങ്ങനെ? അത് ശരിയാണല്ലോ, അതെങ്ങനെ? ആയുഷിന്റെ കൂടെ മന്ത്രവാദവും അലോപ്പതിയും ജ്യോതിഷവും കൂടി ചേർത്ത് മജായുഷ് എന്നൊരു വകുപ്പ് തുടങ്ങാനുള്ള ചർച്ചകൾ നടക്കേണ്ടായി. ഒറ്റ വകുപ്പായാൽ പിന്നെ ഒരൊറ്റ സംഘടന. കറക്റ്റ് അല്ലേ? ഇതുവരെ വളരെ വളരെ കറക്റ്റാ തമ്പി. എങ്കിൽ പിന്നെ നമുക്ക് വടക്ക് ഭാഗത്ത് എവിടെങ്കിലും ഒരിടത്തേക്ക് മാറാം. അടുത്ത പരിപാടി നടക്കട്ടെ. കസേര വേണ്ട, ഇരിക്കണില്ല. അതെന്താ, ദോഷം വല്ലതുണ്ടോ? ആ, ഒരു തരം ദോഷം തന്നെ. മൂലത്തിൽ കുരു. താരമ്പൻ നിന്നെ കണ്ടാൽ അമ്പും വില്ലും വെച്ചേന്, കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാന്. നെഞ്ചോളം ഡോലുണ്ട്, ചുണ്ടോളം ശീലുണ്ട്, രണ്ടാളും കൂടുമ്പോൾ കൊണ്ടാടണ്ടേ. കൊണ്ടാട്ടച്ചേലാക്കാൻ നല്ലാട്ടക്കാരുണ്ട്, കരനീളെ പന്തൽ കെട്ടി തപ്പും മുട്ടിച്ചെണ്ട് കൊട്ടി കാത്തിരിക്കും നേരം വന്നേ. ചില്ലം ചില്ലല്ല ചില്ലം 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 ജില്ലം ജില്ലല, ചില്ലം 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 ചില്ലല്ല ജില്ലം 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 ജില്ലല, രിത്തന ജില്ലം ജില്ലല. പാർട്ടിയിലേതാ സണ്ണി? ആരാ? మనసిలాయిല്ല. DCP బన్వర్ సింగ్ షెకావత్. నేను ఎవరు అనేది ముఖ్యం కాదు, కానీ ఇది ఎవరో మీరు తెలుసుకోవడం చాలా ముఖ్యం. ఓ సారీ, మీకు తెలుగు తెలియదు కదా, മലയാളത്തിൽ പറയാം. ഇതാരാണെന്ന് അറിയാമോ? ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ലോക പ്രശസ്തനാ. താനീ രാവണൻ 10 തലയായവന്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് കറക്റ്റ്. 10 തലയാവന്. മാടമ്പിള്ളിയിൽ ഇവൻ ഡോക്ടർ സണ്ണി, തൊടുപുഴയിൽ ഇവൻ ഡ്രൈവർ ഷൺമുഖൻ, നെടുമ്പള്ളിയിൽ ഇവൻ രാഷ്ട്രീയക്കാരൻ സ്റ്റീഫൻ. അങ്ങനെ പേരുകൾ ഒരുപാടുണ്ട് ഇവന്. പക്ഷേ ഇന്റർപോൾ, KGB, മൊസാദ് രേഖകളിൽ ഇവന് ഒറ്റ പേര് മാത്രം: ഖുറേഷി അബ്രാം ഖുറേഷി. ഗെയിം ഓവർ സണ്ണി. നിങ്ങൾക്കെന്തോ തെറ്റിദ്ധാരണയാണെന്ന് തോന്നുന്നു. പ്രശസ്ത മനഃശാസ്ത്രജ്ഞൻ ബ്രാഡ്ലി ഇവന്റെ പ്രൊഫസറായിരുന്നു. എനിക്കറിയാം. ഇവന് ലോകപ്രശസ്തമായ 2 പ്രബന്ധങ്ങളില്ലേ? ഹൈ, എങ്ങനെ മനസ്സിലായി? കാലം കുറച്ചായി തിരുമേനി ഞാൻ ഈ പണി തുടങ്ങിയിട്ട്. ഒരു മനോരോഗ ചികിത്സകനും സഞ്ചരിക്കാത്ത വഴികളിലൂടെ സഞ്ചരിച്ചു. അങ്ങനെയാണ് എന്റെ വഴി തെറ്റി പോയത്. ഈ നാഗർകോവിൽ ഭാഗത്തുള്ള പോലീസുകാരൻ സ്റ്റാൻലി ദാസ്, അത് ഇയാളല്ല. ഈ പാലക്കാട് ഭാഗത്തുള്ള MLA ബാഹുൽ മാന്തോട്ടത്തിൽ, അതും ഇയാളല്ല. അപ്പൊ എന്റെ മോളെ ഈശ്വരൻ കാത്തു. ബാഹുളീശ്വറാണോ? അല്ല, ഇത് സാധാ ഈശ്വർ. അത് നന്നായി. താൻ നടക്ക. ശ്രീ മോളെ, മോളെ. ശ്രീദേവി ചേച്ചി. ഞാനല്ല. Stop it. ഇത് BDSM കളിക്കാനല്ല. യു ആർ അണ്ടർ അറസ്റ്റ്. റാണ്ടി. അച്ഛനും അമ്മയും എന്നോട് ക്ഷമിക്കണം. മഹാദേവൻ കുറച്ച് ടോക്സിക് ആണോ എന്ന് എനിക്കൊരു സംശയം. ഈ തീരുമാനം ഒട്ടും എളുപ്പമായിരുന്നില്ല. പക്ഷേ എടുത്തു നോക്കിയാലല്ലേ അത് ശരിയാണോ തെറ്റാണോ എന്നറിയാൻ പറ്റൂ. തൽക്കാലം
ഞാൻ എൻ്റെ ബെസ്റ്റിയോടൊപ്പം പോകുന്നു. തെറ്റാണെന്ന് തോന്നിയാൽ ഞാൻ മടങ്ങി വരും. അതുവരെ മഹാദേവൻ കാത്തിരിക്കണം. മോനെ, മോനെ മഹാദേവ, മോനെ. നീ മിണ്ടരുത്. വാ തുന്നിക്കെട്ടി ഏലസ് കെട്ടാൻ നടന്ന നേരത്ത് വാ തുറന്ന് അവളോട് മിണ്ടിയിരുന്നെങ്കിൽ ഇന്ന് ഈ ഗതി വരില്ലായിരുന്നു. ഒളിച്ചോട്ടത്തിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത്ര ഭയാനകമായ വെർഷൻ ഇതാദ്യ. ഇറ്റ്സ് അൺബിലീവബിൾ. ഡെലൂലു, ഇതിനെന്താണൊരു സുലൂലു? ഷീ നീഡ്സ് എ സ്പേസ്. വേണ്ടേ? അത് വേണം. പക്ഷേ ഇതൊരു ഔട്ടർ സ്പേസ് ആയി പോയി. കം ഓൺ ബ്രോ, ഡോണ്ട് ബിഹേവ് ലൈക്ക് എ ബൂമർ. പുൾ അപ്പ്. വരുവാനില്ലാരുമിങ്ങൊരു നാളും ഈ വഴിക്കറിയാം അതെന്നാലുമെന്നും. ആ ചന്തു, നീയോ? എന്താ വൈകിയേ? ഇതെന്താ ഗംഗയെടുത്ത് ഈ കല്യാണ വീടായിട്ട് ഒച്ചയനക്കൊന്നും ഇല്ലാത്തത്? ഇവിടെ ഉള്ളവർക്കൊക്കെ എന്താ സംഭവിച്ചത്? അവരെ നിങ്ങൾ എന്താ ചെയ്തത്? ആരാ നിങ്ങള്? আমি মঞ্জুলিকা। ബംഗാളി അറിയില്ലെങ്കിൽ സബ് ടൈറ്റിൽ നോക്കണം. আমি মঞ্জুলিকা। তুমি কি ভেবেছিলে যদি তুমি নাগভল্লবীকে ফাঁকি দিয়ে একটা তক্ত উল্টে দাও তাহলে সবকিছু শেষ হয়ে যাবে? নাগাবল্লবী চলে গেলে মঞ্জুলিকা আসবে, মঞ্জুলিকা চলে গেলে চন্দ্রমুখী আসবে, চন্দ্রমুখী চলে গেলে রাজলক্ষ্মী আসবে। ভেবো না এটা শেষ হয়ে যাবে। সেদিন দুর্গা অষ্টমী মিস করেছি, আজ করঙ্গলুর ভরণী। আমি নুকুলানকে মেরে ফেলবো, তার রক্ত পান করবো, ওম তারা নৃত্য বাজাবো। എന്ന് വിളിക്കാറില്ല എന്റെ നകുലേട്ടൻ ഇപ്പോ? ദാഹം മാറ്റാൻ ചുടുചോര, യഥേഷ്ടം വഴങ്ങുന്ന വിവിധ ഭാഷകൾ, ചൊൽപ്പടിക്ക് നിൽക്കുന്ന പട്ടികൾ, സഹായിക്കാൻ പഴയ നാഗവല്ലി മുതൽ ലേറ്റസ്റ്റ് ഡെലൂലു വരെ. നിങ്ങൾ ആരാ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? കാലം കുറച്ചായട ചന്തു, ഞാൻ ഈ അവസ്ഥയിലെത്തി. ഇതിനിടയില് പുറത്തറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള പല ചെറ്റത്തരങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. അതിപ്പോ DCP ശെഖാവത്തിനെ കൊണ്ട് ഇല്ലാക്കഥകൾ പറഞ്ഞ് ആ പാവ സണ്ണിയെ അറസ്റ്റ് ചെയ്യിച്ചതാണേലും, ദേ കുറച്ചു മുന്നേ അല്ലിയെ ആ തെക്കിനിയിൽ തള്ളിയിട്ടതാണേലും, ശ്രീദേവി ചേച്ചിയെയും മഹാദേവനെയും മാനസികമായി തകർത്തതാണേലും ഒക്കെ. പക്ഷേ അതിലൊന്നും എനിക്കൊരു റിഗ്രറ്റും ഇല്ലടാ. ഇവിടുത്തെ പരിപാടിയൊക്കെ തീർത്ത് 2 ദിവസം കഴിഞ്ഞ് ഞാൻ തിരിച്ച് കൽക്കട്ടയിലെത്തുമ്പോ ഗംഗ പഴയ ഗംഗ തന്നെയാടാ. നീ ആരെയാടാ ഈ പേടിപ്പിക്കുന്നേ? എന്നെ? അയ്യയ്യയ്യേ, നിങ്ങളെയൊക്കെ കാണാൻ ഗംഗ ഈ മാടമ്പള്ളി വന്നിട്ടുണ്ടേ. ദേ നിങ്ങളുടെയൊക്കെ മുമ്പിൽ ഗംഗ ഇങ്ങനെ നിൽക്കുന്നുണ്ടേ. നീ ഈ ഗംഗയുടെ ഇനിയും കുറെ അറിയാനുണ്ടനിയാ. That was a spellbinding performance. A nice round of applause once again.